കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന സുജിത്തിനെ അതിഭീകരമായി പോലീസുകാർ മർദ്ദിച്ചു. ആദ്യത്തെ ദിവസങ്ങൾ മാധ്യമങ്ങൾ മറച്ചുവെച്ചു സുജിത്ത് ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പൂണൂലം, പിന്നെ രുദ്രാക്ഷമാല, കയ്യിലെ രുദ്രാക്ഷം കെട്ടിയ ബ്രേസ്ലെറ്റ് ഇതെല്ലാം വലിച്ചു പൊട്ടിച്ച് അഴിച്ചു വെച്ചിട്ടാണ് മർദ്ദിച്ചത്. മുസ്ലിമായ ഒരു പോലീസ് ഡ്രൈവറും എസ്ഐയും ചേർന്ന് നുഹ്മാൻ ഷുഹൈർ എന്ന് പറഞ്ഞ പോലീസ് ഡ്രൈവർ ഇവർ ഉൾപ്പെടെ മർദ്ദിച്ചത്. അപ്പം നമ്മളാണ് ഇത് ആദ്യം ഇയാൾ പൂജാരിയായിരുന്നെന്നും ഇയാളുടെ ഹൈന്ദവ ചിഹ്നങ്ങൾ അഴിച്ചു മാറ്റി എന്നുള്ളത് നമ്മളാണ് ആദ്യം പുറത്തു വിടുന്നത്. അതിനുശേഷം മറ്റു മാധ്യമങ്ങളെ ഏറ്റെടുത്തു. മനോരമയ്ക്ക് വരെ പറയേണ്ടി വന്നു. ആദ്യത്തെ ദിവസം മനോരമ വേണ്ടിയില്ല. അപ്പോൾ ചിലരൊക്കെ വന്ന് ചോദിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ഈ നുഹ്മാൻ്റെ കാര്യം മാത്രം പറയുന്നത് എന്താ? തല്ലിയ കൂട്ടത്തിൽ പോലീസുകാരുണ്ട്, സന്ദീപ് എന്നൊക്കെ പറയുന്ന ഹിന്ദുക്കളില്ലേ, സന്ദീപ്, ശശിധരൻ, അവരെക്കുറിച്ച് പറയാത്തത് എന്താണ്? അതിനകത്ത് ആ ചോദ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് അതിൽ കാര്യമുണ്ടെന്ന് തോന്നും. പക്ഷേ SI ഓർഡർ ഇട്ടാൽ പോലീസുകാരൻ അടിച്ചേ പറ്റൂ. അതാണ് കാര്യം. SI അടിക്കണ്ട, അല്ലെങ്കിൽ നേതൃത്വം കൊടുത്തു. SI അടിക്കണ്ട എന്ന് പറഞ്ഞാൽ അവരടിക്കില്ലായിരുന്നു. അതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നുഹ്മാനെ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ് സതീശൻ ഇന്ന് രാവിലെ പറഞ്ഞിരിക്കുന്നു, പ്രതിപക്ഷ നേതാവ്, ഈ പോലീസുകാരും യൂണിഫോം ഇട്ട് പുറത്തിറങ്ങത്തില്ല, കൈകാര്യം ചെയ്യുമെന്ന് സതീശൻ പറഞ്ഞു. വെറുതെ പറഞ്ഞാണ്, അല്ല. അത് പറയുമ്പോൾ എൻ്റെ കയ്യിൽ അഡ്വക്കേറ്റ് സുനിൽ ജെ ചക്കാലക്കൽ എന്ന് പറയുന്ന സുനി ജെ ചക്കാലക്കൽ അഭിഭാഷകരുടെ അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഉണ്ട്. ഞാനൊന്ന് സാറിനെ വായിച്ചു കേൾപ്പിക്കാം. സഹപ്രവർത്തകരിൽ ഒരാളെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച വേദനയോടെ നീതിക്കായി വർഗീസ് ചൊവ്വന്നൂരും കൂട്ടരും മുട്ടാത്ത വാതിലുകളില്ല. ഈ വർഗീസ് ചൊവ്വന്നൂർ കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവ്, ലോക്കൽ നേതാവാണ്. വിഷയം ഏറ്റെടുക്കാൻ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളോട് നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരെയും തുടങ്ങിയവരൊന്നും വർഗീസിൻ്റെയും ശിഷ്യന്മാരുടെയും അഭ്യർത്ഥന കേട്ടില്ല. വിഷയം നിയമസഭയിൽ ഉന്നയിക്കാനായി, ശ്രദ്ധിക്കണം, വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ 6 തവണ ഷാഫി പറമ്പിൻ്റെ പാലക്കാട്ടെ ഓഫീസിൽ പോയി, ഫലമുണ്ടായില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും അവഗണിച്ചു. ഒരു സന്ദർഭത്തിൽ രാഹുലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വർഗീസ് ചൊവ്വന്നൂർ തൻ്റെ നിരാശ കലർന്ന പ്രതിഷേധം അറിയിക്കുക പോലും ചെയ്തു. നിയമ പോരാട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനും നിശബ്ദമായി കാര്യങ്ങൾ നീക്കാനും പിന്നീടാണ് വർഗീസും സഹപ്രവർത്തകരും തീരുമാനിക്കുന്നത്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വം കൈവിട്ടപ്പോൾ പ്രാദേശിക നേതാവായ വർഗീസ് ഒറ്റയ്ക്ക് നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ ഫലമാണിത്. അത് വളരെ ലളിതമാണ് ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം. നിങ്ങൾ പറയുന്ന VD സതീശനും, നിങ്ങൾ പറയുന്ന ഷാഫി പറമ്പിലും, രാഹുൽ മാങ്കൂട്ടത്തിലും, നിങ്ങൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം SDPIയുടെ ചൊൽപ്പടിക്ക് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നുഹ്മാൻ എന്ന് പറയുന്ന പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ഷുഹൈർ അയാൾ പോലീസ് വിട്ടിട്ട് ഇപ്പോൾ ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. ഷുഹൈറിനും എല്ലാം ഉണ്ടായിരുന്നൊരു പൊതു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും SDPIയുടെ ശിങ്കിടികളായിരുന്നു, പോലീസിലെ പച്ചവിളിച്ച ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അവരുടെ താല്പര്യം അനുസരിച്ചാണ് ഇത് ചെയ്തത്. അവർ മർദ്ദിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരനെ അല്ല, അവർ മർദ്ദിച്ചത് ഒരു ഹൈന്ദവ പൂജാരിയെയാണ്. ഒരു ഹൈന്ദവ പൂജാരി മർദ്ദനമേൽക്കാൻ നിയുക്തനാക്കപ്പെട്ടവനാണ്. കാരണം ദൈവനിഷേധിയാണല്ലോ. അതുകൊണ്ട് അവന് അടി കൊടുക്കാനും അവനെ മിനിമം അടിയെങ്കിലും കൊടുക്കണം. അല്ല, അവന് ഉന്മൂലനാശം വരുത്താനുമുള്ള ധാർമ്മികമായ അവകാശം മുസ്ലിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം. ആ വിശ്വാസത്തിന് ഷാഫി പറമ്പിലെതിരല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരല്ല, VD സതീശനെതിരല്ല. ഇപ്പം പിന്നെ ബഹളം വെക്കുന്നതിനാ? ഇപ്പം ബഹളം വെക്കുന്ന കൈവിട്ടു പോയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ക്രൂരമായി ഒരാൾ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് സതീശൻ എന്തുകൊണ്ട് അസംബ്ലിയിൽ ഉന്നയിച്ചില്ല? ചോദ്യം ലളിതമല്ലേ, നിസ്സാരമാണല്ലോ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അതിനെതിരെ മുഖ്യമന്ത്രി എന്ത് നിലപാടാണ് എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കാമല്ലോ. മിനിമം സതീശൻ ചോദിച്ചില്ല, ഷാഫിയും രാഹുലും ചോദിക്കണം. അവർ ഇയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. രണ്ടുപേരും ചോദിക്കുകയില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇവർ കോൺഗ്രസ്സിൽ നല്ലൊരു ശതമാനം പേര് ഇപ്പോഴും നിലനിൽക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടിയാണ് എന്ന സത്യം നിഷേധിക്കാൻ കഴിയില്ല.
അല്ലെങ്കിൽ അവർ നിഷേധിക്കട്ടെ. അല്ല, ഷാഫി ഇപ്പോഴും ഇതുവരെ മിണ്ടിയിട്ടില്ല. ഷാഫി മിണ്ടില്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇത് തീവ്രവാദത്തിൻ്റെ ശക്തിയും തീവ്രവാദത്തിൻ്റെ പിന്തുണയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ശക്തിയും പിന്തുണയും ചെറിയ കാര്യമല്ല സാർ. ഇല്ല, ഷാഫിയുടെ കാര്യം പറയുമ്പോൾ സാറ് ശ്രദ്ധിച്ചോന്നറിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദങ്ങളുണ്ടായല്ലോ. വിവാദം ഉണ്ടായി, രാഹുലിനെതിരെ വലിയ സമരം നടന്നു. കോൺഗ്രസ് BJP DYFI ഒക്കെ സമരം ചെയ്തു. അത് കഴിഞ്ഞിട്ട് സതീശനെതിരെ ബഹളം ഉണ്ടായി. സതീശൻ്റെ വീട്ടിലേക്ക് BJPക്കാർ കാളയായിട്ട് പോയി. ഇങ്ങനെയൊക്കെ വലിയ പ്രക്ഷോഭം ഉണ്ടായി. കോൺഗ്രസ് അനങ്ങിയില്ല. പക്ഷേ വടകരയിൽ വെച്ച് DYFIക്കാർ ഷാഫി പറമ്പിലിൻ്റെ കാറൊന്ന് തടഞ്ഞപ്പോൾ അന്ന് രാത്രി ആയിരക്കണക്കിന് ആളുകൾ പന്തം കൊളുത്തി രംഗത്തിറങ്ങി പോലീസിൻ്റെ നേരെ പന്തം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, അന്ന് ഷാഫിയുടെ കാറിലുണ്ടായിരുന്നവരുടെ പേര് വിവരം ഷാഫി ഒന്ന് വെളിപ്പെടുത്തട്ടെ, അവരാരൊക്കെയായിരുന്നു എന്നുള്ള കാര്യം. ഷാഫി പറമ്പിൽ ഒരു ഷോ നടത്തിയല്ലോ, അത് വെറും ഒരു ഷോയായിരുന്നു. DYFIക്കാരാണ് എന്ന് കരുതിയിട്ട് DYFIക്കാർ അങ്ങനെ ഒന്നുമില്ല. അവർ മുദ്രാവാക്യം വിളിച്ച്, അവർക്ക് മുദ്രാവാക്യം വിളിക്കാൻ അവകാശമുണ്ട്. അവർ മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പിന്നിലിരുന്ന തൊപ്പി വെച്ച ഒരാൾ ആക്രോശിക്കുന്നത് കാണാം. ആ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അയാൾ ആരായിരുന്നു? അയാൾ കോൺഗ്രസിൻ്റെ ഏത് നേതാവായിരുന്നു? ഷാഫിയുടെ കൂടെ ഷാഫിയുടെ കൂടെ അന്ന് കാറിൽ ഉണ്ടായിരുന്നവരുടെ പേര് വിവരം വെളിപ്പെടുത്തട്ടെ എന്ന്. അത് മാത്രം, അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നതല്ല, സതീശനെതിരെ വരെ ഉണ്ടായിട്ടും ഒരക്ഷരം ചെയ്തില്ല. ഷാഫിയുടെ വണ്ടി എന്ന് പറഞ്ഞപ്പോൾ 1000-ഓളം ആളുകൾ കത്തിച്ച പന്തങ്ങളുമായിട്ട് എറിഞ്ഞ് ആ പന്തം പോലീസ് നേരെ എറിഞ്ഞു. ഞാനൊരു വീഡിയോ കണ്ടു. അത് SI വന്ന് പറയാണ്, പന്തം എറിഞ്ഞാൽ ഞങ്ങൾ അടിക്കും, കാരണം ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ബാഹുബലിയുടെ പടച്ചട്ടയല്ല എന്ന് പറയാൻ പോലീസിന് പറയേണ്ടി വന്നു. പന്തം വലിച്ചെറിഞ്ഞു. അപ്പൊ ഷാഫിയെ തൊട്ടപ്പോ വേറെന്തോ സംഭവം. അല്ല, പിന്നെ വേറൊരു കാര്യം, ഷാഫി വടകരയിൽ മത്സരിക്കാൻ ചെന്നിറങ്ങിയപ്പോൾ ഷാഫിയെ സ്വീകരിച്ചവർ കോൺഗ്രസ്സുകാരായിരുന്നു. നിങ്ങൾ ആ ചിത്രം എടുത്ത് നോക്ക്, ആ വീഡിയോ കണ്ടു നോക്ക്, ആരായിരുന്നു? ഷാഫി വടകരയിൽ ചെന്നിറങ്ങിയത് ഇസ്ലാമിക തീവ്രവാദി ഗ്രൂപ്പിൻ്റെ കൂടി നേതൃത്വം വഹിക്കുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ്. അല്ലാതെ ഷാഫി ഈ പറയുന്ന രീതിയിൽ ഷാഫിക്ക് എവിടെയാണ് സെക്കുലറിസം ഉള്ളത്? എവിടെയാണ് സെക്കുലറിസം? ഷാഫി ഏതെങ്കിലും മതത്തിന് അനുകൂലമായി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. മതത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണ് പറയുന്നത്? ഇവിടെ തന്നെ നിന്നില്ലേ? ഇവിടെ നിന്നില്ലേ? ഷാഫിയുടെ ഓഫീസിൽ പലതവണ പോയി എന്ന് പറഞ്ഞു. ഇവിടെ നിന്നില്ലേ? അതെന്തിനു നിന്ന്? യൂത്ത് കോൺഗ്രസ്സുകാരനായിരിക്കുന്ന ഒരാൾ, അയാൾ പൂജാരിയാണ്, അയാൾ തല്ലുകൊള്ളട്ടെ എന്നുള്ളത് തന്നെയാണ്. തല്ലിയിരിക്കുന്ന ആൾക്ക് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുമായിട്ട് വളരെ ഗഹനമായ ബന്ധമുണ്ട് സാർ. ആ ബന്ധത്തെ ഷാഫിക്ക് പേടിച്ചേ പറ്റൂ, പേടിക്കേണ്ടി വരും. അതായത് ഷാഫി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വടകരയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ സംഘടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഷാഫിയെ സ്വീകരിച്ചത് കണ്ടതല്ലേ? അത് സെക്കുലറിസം വരുന്ന? നിങ്ങൾ പറയൂ. അല്ല, അവർക്ക് സ്വീകരിച്ചുകൂടെ? ഏത്? അല്ല, അവർക്ക് സ്വീകരിക്കാം, അതിലൊന്നും തെറ്റുന്നില്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ ആളുകളെ പോയി സ്വീകരിക്കാം. പക്ഷെ പിന്നെ സെക്കുലറിസം കൂടി പറയരുത്, അത്രേ വിഷയം. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, DYFIക്കാരുടെ നേരെ ഷാഫി ഇങ്ങനെ നരസിംഹം മോഡലിൽ ആക്രോശിക്കുന്നുണ്ട്. ആ ആക്രോശം കുന്നംകുളത്തെ ഈ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച ആ പോലീസുകാരനെതിരെ ഒന്നും പറഞ്ഞില്ല. പോലീസുകാരൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന വിയ്യൂര പോലീസ് സ്റ്റേഷനിലേക്ക് എന്ന് കാണിച്ചിരുന്നെങ്കിൽ. ഇല്ല, കാണിക്കില്ല, അത് കാണിക്കില്ല. ഷാഫി ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല. ഇല്ല, പ്രസ്താവന ഇറക്കിയേ ഇല്ല. ഇപ്പോൾ KPCC പ്രസിഡൻ്റൊക്കെ ഇയാളുടെ വീട്ടിൽ പോയി കണ്ടു. ഷാഫി പോകത്തുമില്ല. ഇല്ല, കാരണം ഷാഫി പ്രതിയാണ്. ഷാഫി ഇത് അവഗണിച്ചു എന്ന് ഇപ്പോൾ തന്നെ കോൺഗ്രസ്സുകാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷാഫിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇവരുടെയൊക്കെ അടിവേരുകളിലും ആ ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ അന്വേഷണം നടക്കേണ്ടതാണ്. ഇവരാരൊക്കെയായിട്ട് ബന്ധപ്പെടുന്നു, ഇവർക്കൊക്കെ കിട്ടുന്ന പണത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്, ഇവരൊക്കെ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? വീട്ടിൽ നിന്ന് കാശെടുത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അല്ല. ഒരു പാർലമെൻറ്റ് അംഗത്തിന് എന്ത് വരുമാനം ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് പോകാൻ പറ്റില്ല. ഇവർ കഞ്ഞി കുടിച്ചാണോ പോകുന്നത്? ലക്ഷങ്ങളുണ്ട്, കിട്ടും. 2-3 ലക്ഷം രൂപ കിട്ടും മാസം. അത്രയൊന്നുമില്ലെന്ന് ഉണ്ട്. അതിന് വേറെ മണ്ഡല ചെലവ്, ജീവനക്കാരെ വെക്കണം, ഡ്രൈവറെ വെക്കണം, ജീവനക്കാരെ വെക്കണം, ക്ലാർക്കിൻ്റെ കാശ്, ഇതൊക്കെ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തുണ്ടാവും? കുറച്ചേ ഉണ്ടാവുള്ളൂ. അത്രയാണ് ഇവർ ചെലവ് ചെയ്യുന്നത്, അല്ലല്ലോ. ഏതായാലും ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ. ഷാഫി പറമ്പിലിൻ്റെ ആ കാറിലുണ്ടായിരുന്ന ആരാ?
അത് ഷാഫി പറയട്ടെ, ഷാഫി പറയട്ടെ. ഞാൻ ഷാഫിയോട് പറയുന്നത് അവരുടെ പേര് വിവരം ഷാഫി വെളിപ്പെടുത്തണം. ശരി, നമുക്ക് ഷാഫി മറുപടി പറയുമെന്ന് മറുപടി പറയട്ടെ. ഇല്ലെങ്കിൽ ഡോക്ടർ KSR പറയും. ഇല്ലെങ്കിൽ ഞാനല്ല, നിങ്ങൾ അവിടെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ശരി ശരി ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.